കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ്. ശബ്ദത്തിൻ്റെയും ഭാഷാശൈലിയുടെയും ശാസ്ത്രീയ വിശകലനമായ ഫോറൻസിക് ലിംഗ്വിസ്റ്റിക്സ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ ആദ്യ PhD കരസ്ഥമാക്കി കൊല്ലം പട്ടാഴി സ്വദേശി DS ശ്രുതി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഭാവിയിലെ കുറ്റാന്വേഷണങ്ങളിൽ പ്രതിയുടെ സംസാര രീതിയും വാചക ഘടനയും നിർണായക തെളിവുകളായി മാറുന്ന കാലത്തിലേക്കാണ് ശ്രുതിയുടെ ഈ നേട്ടം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതും. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അമേരിക്കയിലെത്തി ചോദ്യം ചെയ്ത NIA സംഘത്തെ നയിച്ച മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് ഈ ശാസ്ത്രശാഖയുടെ സാധ്യതകൾ കേരളത്തിൽ ആദ്യം തിരിച്ചറിയുന്നത്. 2018 കേരള സർവകലാശാലയുടെ ലിംഗ്വിസ്റ്റിക്സ് വിഭാഗം പോലീസും ചേർന്ന് നടത്തിയ പരിശീലന പരിപാടിയിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയമാണ് ശ്രുതിയുടെ ഗവേഷണത്തിന് പ്രചോദനമാകുന്നത്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ലിംഗ്വിസ്റ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ S പ്രേമയുടെ കീഴിലായിരുന്നു ശ്രുതിയുടെ പഠനവും. മലയാള ഭാഷയിലെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി കുറ്റാന്വേഷണത്തിനുള്ള ഒരു മാതൃക ഇവർ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലെ ഇടർച്ചകൾ, അയാൾ പ്രയോഗിക്കുന്ന സവിശേഷമായ പദങ്ങൾ, ഉച്ചാരണ ശൈലി എന്നിവ വിശകലനം ചെയ്ത് കുറ്റവാളികളെ തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും. ഭീഷണി സന്ദേശങ്ങൾ, ആത്മഹത്യാക്കുറിപ്പുകൾ, അജ്ഞാത ഫോൺ വിളികൾ എന്നിവയുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ ഈ സാങ്കേതികവിദ്യ ഉപകരിക്കുകയും ചെയ്യും. വിരലടയാളം പോലെ തന്നെ ഓരോ വ്യക്തിക്കും തനതായ ഭാഷാശൈലി ഉണ്ടെന്ന കണ്ടെത്തലാണ് ഇതിൻ്റെ അടിസ്ഥാനവും. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ മികവ് വർദ്ധിപ്പിക്കാൻ ഈ പുതിയ പഠനം ഏറെ സഹായകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നതും. പട്ടാഴി സ്വദേശിയായ ശ്രുതിയുടെ ഈ നേട്ടം കേരളത്തിലെ ഫോറൻസിക് സയൻസ് രംഗത്ത് പുതിയ ഒരു അധ്യായത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്.